ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിന്ന് യാസ്മിൻ മാളിൽ പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, 15 മിനിറ്റുള്ളൊരു യാത്ര തന്നെ ഉള്ളൂ അങ്ങോട്ടേക്ക്. ഇവിടെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേവരെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ. വലിയൊരു മാളാണ്, ഒരുപാട് ഏരിയകൾ, ഒരുപാട് ഗേറ്റൊക്കെ ഉള്ളൊരു മാളാണ് കേട്ടോ. എന്നും അതിലൂടെ പോകുമ്പോൾ കയറണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ യാസ്മിൻ മാൾ പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരു മഗ്‌രിബിന് ശേഷം നമ്മൾ എന്നും ഇറങ്ങുന്ന ഒരു സമയത്ത് തന്നെ മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ എന്താ വെച്ചാൽ ഒരുപാട് സമയം അവിടെ അങ്ങനെ വെറുതെ നടന്ന് അങ്ങനെ പോവും. അതാണ് മെയിൻ. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ടൈമായിട്ടുണ്ടാവും, നടന്ന് അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടാവും കേട്ടോ. അതായിരിക്കും അവസ്ഥ. അപ്പം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് യാസ്മിൻ മാൾ. വലിയൊരു മാളാണ് കേട്ടോ ഇവിടുത്തെ. അവൻ ഞങ്ങളെ ഇക്ക ആക്കി തന്നിട്ട് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി നല്ല രസമാണ് അവിടെ കാണാനായിട്ടും. അങ്ങനെ നമ്മൾ 6ാമത്തെ ഗേറ്റിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഇക്ക പോയിട്ടുണ്ടേന്. അത് നമ്മൾ എൻട്രൻസിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എൻട്രൻസിലും തന്നെ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല റഷ് ടൈമാണ്. പൊതുവായിട്ട് ഇവിടെ ആളുകൾ ഇറങ്ങുന്ന ടൈം അതാണല്ലോ. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വലിയൊരു മാളാണ്. എല്ലാം ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഫുഡ് കോർട്ടായിട്ടും ഡ്രസ് ഷോപ്പ്, ഓരോരോ ബ്രാൻഡഡ് ഷോപ്പുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഡ്രസ് ഷോപ്പുകൾ, കോസ്മെറ്റിക് ഷോപ്പുകൾ, അങ്ങനെ പ്ലേ ഏരിയ, കുട്ടികളൊക്കെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ കളിക്കാൻ പറ്റിയ ഏരിയകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഫീ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ കോർണറിലും ഓരോ ഭാഗത്തായിട്ട് തന്നെ നമ്മൾ തിയേറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പോപ്കോണൊക്കെ സെയിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലക്ഷറി മാളായതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. നമ്മൾ പുറമേയുള്ള 5 റിയാലിന് സാധനം ഇവിടെ 10-15 റിയാലിന് നോക്കിയാൽ മതി. നല്ല റേറ്റാണ്. അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്പുകളാണ്. ഇതൊക്കെ ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. ഇവിടുത്തെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പല ഐറ്റംസ് ഫുഡുകൾ, പ്ലേ ഏരിയകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇവിടുത്തെ കാണാൻ തന്നെ ഉണ്ടാവും. ഷോപ്പിങ്ങിനേക്കാളും നമുക്ക് കാണാനാണ് ഇവിടെ രസം. അങ്ങനെ ഓരോ ഷോപ്പുകളും അങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടുന്ന് കാര്യമായിട്ട് പർച്ചേസിങ് ഒന്നും ചെയ്തിട്ടില്ല.
ഒക്കെ കഠിനമായിരിക്കുന്നു. മിനിഷോ മിനിസോ അതാണോ? അതാ മിനിസോ ഞാൻ അങ്ങനത്തെ പുറത്ത് എന്താണ് വായ തന്നെ വാ. അങ്ങനെ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സന്നനെ കാണാനില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോണ്ട് ആൾ ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അങ്ങനെ നിൽക്കണ്. അവൾക്ക് ടോയ്സ് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടില്ല. അവളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ പറഞ്ഞ് പിന്നെ വാങ്ങിക്കാൻ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്ന് മാറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ എല്ലാം കണ്ട് നടന്ന് സാറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വിശാലമായിട്ട് കിടക്കുന്ന സാറ, ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒരു കിഡ്സിൻ്റെ സെക്ഷൻ, ലേഡീസിൻ്റെ സെക്ഷന്, ജെൻസിൻ്റെ, അങ്ങനെ ഓരോന്നായിട്ട് ഓരോ സെക്ഷനാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കാണാൻ വലിയ സിമ്പിളാണെങ്കിലും നല്ല അടിപൊളി പല മോഡലിൽ ഡ്രസ്സുകളാണ് ഇട്ടുള്ളത്. സിമ്പിളായിട്ട് നല്ല കളറിൽ. മെയിനായിട്ട് ഇവിടെ പാർട്ടി വെയറൊന്നും അങ്ങനെ കൂടുതലും കണ്ടില്ലെങ്കിലും ഉണ്ടാവും. ഇവിടുത്തെ ഒരു സ്റ്റൈൽ വെച്ചിട്ടുള്ളൊരു പാർട്ടി വെയർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ടോപ്പിലായാലും ഗൗണിലായാലും ഒക്കെ തന്നെ. ഓരോന്നും എക്സ്പ്ലോർ ചെയ്ത സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലാതെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ തന്നെ പ്രത്യേകിച്ച് ഷാമോന് നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്ക് ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോവാൻ തിരക്കൂട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ. അങ്ങനെ യാസ്മീൻ മാളിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഓരോ സെക്ഷന് 1, 2 ഗേറ്റുകളൊക്കെ കവർ ചെയ്യാനും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഒരിക്കൽ വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മടങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.